ഉണ്ടാക്കാൻ പോണത് ബീഫും കായാട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ബീഫും കായും. ബീഫിൻ്റെ നെയ്യിൽ കായ പിടിക്കുമ്പോൾ നമുക്ക് ബീഫ് തിങ്ങണേറ്റും ടേസ്റ്റ് കായ തിങ്ങണമായിരിക്കും. സവോള എരിഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നു. അതിനൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോപ്പർ ഫസ്റ്റ് കറങ്ങിയില്ല, പിന്നെ അത് കറങ്ങി. ചട്ടി ചൂടായി വെളിച്ചെണ്ണ വെച്ച് ചോപ്പറിൽ അരിച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മുളക് പൊടിയല്ല പച്ചമുളകും വേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തു. അതൊന്ന് വാടി വരുമ്പോൾ നമ്മളതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്ന സിനിമ കാണാൻ പോയി. നിങ്ങളത് ചെയ്യരുത്, കാരണം എൻ്റെ ഇത്തിരി അത് ഞാൻ വന്നിട്ട് ഓടി വന്ന് തട്ടിയപ്പോഴാണ് ക്യാമറ വീണത്. ഫ്ലോപ്പായി എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ നന്നായി മുരിച്ചെടുത്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് മുരിച്ചെടുത്തു കേട്ടോ. കക്കിനൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് പിടിച്ചുള്ളൂ. അപ്പോഴേക്കും ബീഫ് വെന്തുണ്ടായിരുന്നു. ബീഫ് കഴിച്ച് നോക്കിയപ്പോൾ ബീഫ് നന്നായി വെന്തുണ്ടായിരുന്നു. അതിൽ ഞാൻ ബീഫിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നു വേവിക്കാൻ വെച്ചാൽ. അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് കായ ഇട്ടു, കാരണം കണ്ടമാനം നെയ്യ് ഉണ്ടായിരുന്നു. ബീഫിന് നല്ല വിലയാണ്, അത് കാരണം നാശം കഴിഞ്ഞാൽ നല്ല ആട്ട് വയ്ക്കും. ബീഫും കായും വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ബീഫിൽ കായിട്ട് വെച്ചതിന്